നമസ്കാരം. റോഷിക എന്റർപ്രൈസസിന്റെയും LGF സ്റ്റുഡിയോയുടെയും ബാനറിൽ രമേഷ് വ്യാസും പവൻ കുമാറും ചേർന്ന് നിർമ്മിച്ച് ഞാൻ സംവിധാനം ചെയ്ത ചിത്രമാണ് രാക്ഷസി. രാക്ഷസിയുടെ അണിയറ പ്രവർത്തകരാണ് ഇവിടെ ഇന്ന് കൂടിയിരിക്കുന്നത്. പ്രധാനപ്പെട്ട റോളുകൾ ചെയ്ത രണ്ട് നായികമാരാണ് ഇവർ രണ്ടുപേരും, ഋത്വി പട്ടേലും പ്രീതി ഗോസ്വാമിയും. അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് ഇതിലെ സെൻട്രൽ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. ക്യാമറ ചെയ്തിരിക്കുന്നത് ഷെട്ടിമണിയാണ്. അതുപോലെ തന്നെ ഒരു ബാലതാരത്തെ അവതരിപ്പിച്ച കുട്ടിയാണത്. റഫീഖ് ചൊക്ലി ഇതിലെ പ്രധാന വില്ലനായിട്ട് അഭിനയിച്ചതാണ്. നമ്മുടെ പവൻ കുമാർ ഇതിന്റെ പ്രൊഡ്യൂസർ, ഇതിന്റെ അസോസിയേറ്റ് ഡയറക്ടറാണ്. അതുപോലെ തന്നെ ഡയലോഗ് എഴുതിയ അർജുൻ ദേവരാജനും നമ്മുടെ കൂടെയുണ്ട്. രാക്ഷസി എന്നുള്ള പടം ശരിക്കും 5 ഭാഷകളിലായിട്ട് ഇവർ നിർമ്മിച്ച ഞാൻ സംവിധാനം ചെയ്തിട്ടുണ്ട്. ബോംബെയിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് വന്നതാണ് ഋത്വി പട്ടേലും പ്രീതി ഗോസ്വാമിയും ഒക്കെ. അതുപോലെ തന്നെ പിന്നെയും കുറെ താരങ്ങൾ ഈ ചിത്രത്തില് ഇന്ത്യയിൽ നിന്നും വന്നിട്ടുണ്ട്. അവർക്ക് ഇന്ന് എത്താൻ സാധിച്ചിട്ടില്ല. നമുക്കറിയാം, എപ്പോഴും മെയിൽ ഓറിയന്റ്, പുരുഷന്മാർക്ക് മേധാവിത്വമുള്ള കഥകളാണ് നമ്മുടെ സിനിമകളിൽ കാണുന്നത്. എന്നാൽ രാക്ഷസി വ്യത്യസ്തമായൊരു സബ്ജക്റ്റാണ്. കാരണം ഫീമെയിൽ ഓറിയന്റഡ് സബ്ജക്റ്റാണ് രാക്ഷസി. ഇവർ രണ്ടുപേരുമാണ് ആ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ആദ്യം മുതൽ അവസാനം വരെ ഇവർ തമ്മിലുള്ള ഒരു മത്സരമാണ്. സസ്പെൻസ് കളയാതിരിക്കാൻ എന്താണെന്ന് പറയുന്നില്ല. ഇവർ തമ്മിലുള്ള ഒരു മത്സരം ആണ് ഈ ചിത്രത്തിലുടനീളം നമ്മൾ കാണുന്നത്. രണ്ട് ക്യാരക്ടർ തമ്മിലുള്ള മത്സരം, അത് അഭിനയത്തിലും ഋത്വിയും പ്രീതിയും അത് ആ മികവ് പുലർത്തിയിട്ടുണ്ടെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് തന്നെ അറിയാം. വളരെ രസകരമായ ഒരു ആക്ഷൻ ത്രില്ലർ ചിത്രം തന്നെയാണ് രാക്ഷസി. ഫൈറ്റ് ഉണ്ട്, നല്ല പാട്ടുകളുണ്ട്, പ്രണയമുണ്ട്, ഫാമിലി ഉണ്ട്, എല്ലാം ചേർത്ത് മിക്സഡ് ആയിട്ടുള്ള ഇന്നത്തെ ഈ സമൂഹത്തെ ബാധിച്ചിട്ടുള്ള ഡ്രഗ് മാഫിയകളുടെ അടിച്ചമർത്തുന്ന, അതുപോലെ ഒരു ടൗണിനെ ഒരു SP-ക്ക് എങ്ങനെ ക്ലീൻ സിറ്റിയാക്കി മാറ്റാം എന്നുള്ളത് പ്രീതി ഗോസ്വാമിയുടെ ക്യാരക്ടറിലൂടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു നായികയുടെ എല്ലാ ഭാവങ്ങളുമുള്ള പ്രണയവും അതുപോലെ തന്നെ പ്രതികാരവും എല്ലാമുള്ള ഒരു ക്യാരക്ടറായിട്ട് ഋത്വിയും ഈ പടത്തിൽ വളരെ നല്ലൊരു റോളാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇവരുടെ ഓരോ അഭിപ്രായങ്ങൾ ചോദിക്കാം. ആദ്യമായിട്ട് ഇതിന്റെ ക്യാമറമാൻ ഷെട്ടിമണിയോട് ചോദിക്കാം. ഷെട്ടിമണി, ഇതിന്റെ വിശേഷങ്ങൾ നിങ്ങളോട് പറയും. ഈ സിനിമയെ പറ്റി പറയാനുണ്ടെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. കാരണം എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു വലിയൊരു അനുഭവമാണ് ഈ സിനിമക്കകത്ത് ഉണ്ടായിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഹിന്ദി അറിയുന്നത് തമിഴും പിന്നെ തെലുങ്കും മലയാളം മാത്രമേ അറിയുള്ളൂ. ഹിന്ദി അറിയില്ല. അവർക്കാണ് മലയാളം അറിയില്ല. ഇതാണ് ഈ പടത്തിലെ ഏറ്റവും വലിയ രസകരമായ സംഭവം. ഞാൻ ഫസ്റ്റ് ദിവസം തന്നെ എല്ലാവരും ഹിന്ദിയിലാണ് വരുന്നത്. അസോസിയേറ്റ് ഡയറക്ടർ ഹിന്ദിയാണ്, എൻ്റെ ആർട്ടിസ്റ്റ് ഹിന്ദിയാണ്, ബാക്കിലിരിക്കുന്ന ആൾക്കാർ, പിന്നെ പ്രൊഡ്യൂസർക്ക് കുറച്ച് മലയാളം അറിയാം. പിന്നെ ഈ പറഞ്ഞ രീതിയിൽ എന്തെങ്കിലും കാര്യമാണോ ഇതിനോട് ചോദിക്കുക, അതായത് അവരോട് പറഞ്ഞവർ മനസ്സിലായിട്ടുണ്ട്. പിന്നെ എല്ലാം ഒരു ആംഗ്യ ഭാഷയിലൂടെ അല്ലേ മനസ്സിലായി. അതേ ഇതുമായ ഞങ്ങൾ ആ ഷൂട്ടിംഗ് തുടക്കം മുതൽ അവസാനം വരെ. പക്ഷെ അവർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നത്, ഞാൻ കാണിക്കുന്ന ഡയലോഗ് മനസ്സിലാവുന്നത്, ഞാൻ കാണിക്കുന്ന ആശയം മനസ്സിലാവുന്നത്, ഇതെല്ലാം മനസ്സിലാവുന്നത്. അവര് പറയുന്നത് എനിക്ക് മനസ്സിലായി. പക്ഷെ എന്നിട്ട് ഞാൻ ഹിന്ദി പഠിച്ചിട്ടില്ല എപ്പോഴും. അതാണ് വലിയൊരു സംഭവം. പിന്നെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിട്ട് രണ്ടുപേരും പടം തീർച്ചയായിട്ടും തിയേറ്ററിൽ വന്നാൽ എല്ലാവരും കാണണം, വിജയിപ്പിക്കണം. മണിയുടെ രസകരമായ അനുഭവങ്ങൾ ഇപ്പോഴും ഓർത്ത് ഞങ്ങൾ ചിരിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും അടുത്തത് നമുക്ക് സംസാരിക്കാനായിട്ട് ഈ പടത്തിലെ പ്രധാന വില്ലൻ കഥാപാത്രം അവതരിപ്പിച്ചത് റഫീഖ് ചൊക്ലിയാണ്. ഇവർ 3 വില്ലന്മാരാണ് ഈ പടത്തിൽ
രണ്ടുപേര് ബോംബെയിൽ നിന്ന് വന്നാണ്, അവർ എത്തിയിട്ടില്ല. നമുക്കറിയാം റഫീഖ് ഷൊക്ലി നിരവധി ചിത്രങ്ങളിലൊക്കെ അഭിനയിച്ചു കഴിഞ്ഞു. എന്നാലും ഇതില് വ്യത്യസ്തമായ ഒരു വില്ലൻ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് റഫീഖ് ഷൊക്ലിയെ എന്റെ വാക്കിൽ സംസാരിക്കാം. അടുത്തതായി നമുക്ക് ഇതിന്റെ അസോസിയേറ്റ് ഡയറക്ടർ മുംബൈയിൽ നിന്ന് വന്ന നമ്മുടെ ധനവിനെ രണ്ട് വാക്കുകൾ പറയാൻ ക്ഷണിക്കുകയാണ്. Hi. Well, Rakshish is a very special project for us, and we started this when I started this. I started as an assistant director, and I just wanted to help my team from Mumbai, just to they feel comfortable or working with the regional language. But when I started with this, and I don't know how I became the associate director and how I just got more responsibility from Mami sir and from our producer, and working with all the whole team of Rakshish was a wonderful experience. And everybody worked very hard, and it was a great experience for us. Thank you. അടുത്തതായി നമുക്ക് ഇതിന്റെ ഡയലോഗ് എഴുതിയ അർജുൻ ദേവരാജനെ കണ്ട് സംഭാഷണക്കാരൻ അഭിനയത്തിലൂടെ വളരെ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള വിശ്വാസമുണ്ട്. നമ്മുടെ ഹീറോയിൻ ഈ ചിത്രത്തിലെ SP യുടെ കഥാപാത്രം ചെയ്തത് പ്രീതി ഗോസ്വാമി. Thank you so much, and I'm very thankful to Rakshish, each and every crew members, like my cameraman Shashimati sir. He's so good, but he don't know how to speak Hindi and language problems, but we can understand each other. And thank you so much, Rafiq sir and Lutfi, Mummy sir and Pawan sir, Jaram sir, Arjun sir, Makeup Anna, Scott Anna, and all crew members. Thank you so much, and especially my producer Ramesh sir. Thank you so much for giving me this opportunity to play this such a challenging character, and it's my very thank you so much sir. Thank you so much. Thank you so much. അടുത്തതായി നമുക്ക് ഈ ചിത്രത്തിലെ നായികയായ ലുത്ഫി പട്ടേലിനെ രണ്ടു വാക്ക് സംസാരിക്കാൻ. Hello, namaskaram. ഈ ചിത്രത്തിലെ ബാലതാരമായിട്ട് അഭിനയിച്ച നമ്മുടെ കൊച്ചുകുട്ടിക്ക് രണ്ടു വാക്ക്. ഇനി നമുക്ക് പ്രൊഡ്യൂസർ മാത്രം റെഡിയല്ലേ? ഈ ചിത്രത്തിന്റെ നിർമ്മാതാവാണ് ഇനി നമ്മളോട് സംസാരിക്കുന്നത്. വർഷങ്ങളായി നമ്മുടെ സുഹൃത്തായിരുന്ന പവൻകുമാറിന്റെ സ്നേഹിതൻ രമേഷ് ടിയും ചേർന്നാണ് ഈ ചിത്രം നിർമ്മിച്ചത്. രണ്ട് വാക്കുകളിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. നമസ്കാരം. ഞാൻ പറഞ്ഞ പോലെ മമ്മി സെഞ്ചുറി അത്ര വർഷങ്ങളായിട്ട് നമുക്ക് പരിചയമില്ല. 83 നമ്മൾ ഇതിൽ കുറേ ഡിസ്റ്റൻസാണ്. KGF സ്റ്റുഡിയോ റോസിക്കായിട്ട് സെക്കൻഡ് ഫിലിമാണ്. അതിന് മുമ്പ് ഫിലിം ചെയ്തിട്ടുണ്ട്. എൻ്റെ ഇൻഡിവിജ്വൽ പ്രൊഡ്യൂസറായിട്ട് പറഞ്ഞ ഒരു 4ാമത്തെ ചിത്രം ഫിലിമിനെ നയങ്ങളായിട്ട് 24 പടം ഞാൻ മാത്രം ചെയ്യുന്നു. പിന്നെ എൻ്റെ എവഞ്ചേഴ്സ് പടം മമ്മിക്കാണ് ഡയറക്റ്റ് ചെയ്ത് പടം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് എല്ലാം ഈ രാക്ഷസിൽ അഭിനയിച്ച് ക്രൂസിനെ ടെക്നീഷ്യന്മാർക്കെല്ലാം പ്രത്യേകിച്ച് നനയുണ്ട് എല്ലാം നല്ലതായിട്ട് കോപ്പറേറ്റ് ചെയ്തിട്ട് പല സമയത്ത് ഷൂട്ടിങ്ങെല്ലാം ചെയ്തിട്ട് പ്രശ്നമുണ്ടായിട്ട് പടം കേൾക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഇത്തിരി താമസിക്കാൻ വേണ്ടി വേണ്ട കുറച്ചുകൂടി എഡിറ്റിംഗ് പ്രശ്നമുണ്ടായി. ബാക്കിയുള്ള കാര്യം ഇപ്പോൾ അടുത്ത മാസം മാർച്ച് ലാസ്റ്റ് ഫസ്റ്റിൻ്റെ ഏറ്റവും പടം വന്നു. അതാണ് കാരണം പടം. അല്ലെങ്കിൽ നന്ദിയുണ്ട് ഇത് അഭിനയിച്ച് പ്രീതി പറയുന്ന